വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹൈറൈഡറിന്റെ എസ് വേരിയന്റ് വേഴ്സസ് ബേസ് വേരിയന്റിന്റെ കമ്പാരിസൺ ആണ്. ഹൈറൈഡറിൽ എന്തെല്ലാം ഡിഫറൻസ് ആണ് വരുന്നത്, എത്രയാണ് അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഹൈറൈഡറിന്റെ എസ് വേഴ്സസ് ഇ വേരിയന്റ് എക്സ്റ്റീരിയറിന്റെ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ ഇപ്പോൾ എസ് വേരിയന്റിൽ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഈ വേരിയന്റിൽ ബേസ് വേരിയന്റിൽ തന്നെ ഫീച്ചേഴ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലുക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ നമുക്ക് LED DRLs രണ്ട് വാഹനങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. അത് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഹെഡ്ലൈറ്റ് നമുക്ക് ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. ഹൈ ബീം ലോ ബീം അതിനകത്ത് കാണാം. ഫോഗ് ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഫ്രണ്ടിൽ സിൽവർ ഫിനിഷിലുള്ള സ്കിപ്പ് ലൈറ്റ് പുറത്ത് നോക്കുന്ന ഭാഗം കാണാം. 210 mm ആണ് ഹൈറൈഡറിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഫ്രണ്ടിൽ നമുക്ക് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലുള്ള ഗ്രില്ല് കാണാം. ടൊയോട്ടയുടെ ലോഗോ കാണാം. ഇതാണ് ഓൾ ഓവർ ഫ്രണ്ടിൻ്റെ ലുക്ക്. ഇനി വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 17 ഇഞ്ച് സ്റ്റീൽ വീൽസ് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ടയർ സൈസ് നോക്കുവാണെങ്കിൽ 215/70 or 79 ടയർ സൈസ്. ഫ്രണ്ടിൽ ബാക്കിലും ഡിസ്ക് ബ്രേക്കുകളാണ്. രണ്ട് എസും ഈ വീലിൽ നമുക്ക് വീൽ കപ്പ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല. അലോയ്സ് ഉൾപ്പെടുത്തിയിട്ടില്ല. ഈ വേരിയന്റിന്റെ മിറേഴ്സ് എല്ലാം ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. അത് LED ടേൺ ഇൻഡിക്കേറ്റേഴ്സ് അതിൽ തന്നെ വരുന്നുണ്ട്. നമുക്ക് ഡോർ ഹാൻഡിൽസും മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് ബേസ് വേരിയന്റിൽ വരുന്നത്. എസ് വേരിയന്റിൽ ബോഡി കളർ മിറേഴ്സും ഡോർ ഹാൻഡിൽസ് കാര്യങ്ങളാണ് വരുന്നത്. പ്ലെയിൻ ഗ്ലാസ്സുകളാണ്. നമുക്ക് റൂഫ് റെയിൽസ് എസ് വേരിയന്റിൽ വരുന്നുണ്ട്. ബേസ് വേരിയന്റിലും റൂഫ് റെയിൽസ് വരുന്നില്ല. ബാക്കിൽ ഷാർക്ക് ഫിൻ ആൻറ്റിന കാണാം. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്കൊരു രണ്ട് വാഹനങ്ങളിൽ ബാക്കിൽ വൈപ്പറോ വാഷറും കാര്യങ്ങളും തന്നെ അത് ഉൾപ്പെടുത്തിയിട്ടില്ല. സ്പോയിലർ ഡിസൈൻ ചെയ്ത സ്പോയിലർ പുറത്ത് തോന്നിക്കുന്ന രീതിയിലാണ്. ഹൈ മോഡൽ സ്റ്റോപ്പ് ലാമ്പ് കാണാം. ബാക്കിലെ ഗ്ലാസ് ഡിഫോറോഡ് ഗ്ലാസ്സുകളാണ് രണ്ട് വാഹനങ്ങൾ. വൈപ്പറും വാഷറും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. ടെയിൽ ലൈറ്റ് നമുക്ക് LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. സ്റ്റോപ്പ് ലൈറ്റ് ഫംഗ്ഷൻ ചെയ്യും. താഴെ ഇൻഡിക്കേറ്റേഴ്സ് റിവേഴ്സ് ലൈറ്റ്. നമുക്ക് താഴെ റിഫ്ലക്റ്റേഴ്സ് കാണാം. 4 പാർക്കിംഗ് സെൻസേഴ്സ് ബേസ്മെന്റ് തൊട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാം. ബൂട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബൂട്ട് സ്പേസ് നോക്കുവാണെങ്കിൽ 360 ലിറ്ററാണ് ബൂട്ട് സ്പേസ് വരുന്നത്. പാൾ സെറ്റർ കാര്യങ്ങൾ തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. ബാക്കിലേക്ക് ബൂട്ട് ലൈറ്റ് കാര്യങ്ങൾ തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. സ്പെയർ വീല് ഒരു വീലിലും ഉൾപ്പെടുത്തിയിട്ടില്ല. അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി ഇന്റീരിയറിലെ ഫീച്ചേഴ്സ് ഒന്നും ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ഇന്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡ്യുവൽ ടോൺ കളറിലാണ് ഇന്റീരിയർ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഡോർ പാഡിലേക്ക് വന്നാൽ ഒരു ഡ്യുവൽ ടോൺ കളർ ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് വേണ്ടത്. സോഫ്റ്റ് ടച്ച് കാണാം. 4 പവർ വിൻഡോയുടെ കൺട്രോളും മിറേഴ്സ് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് മാത്രമാണ് വരുന്നത്. ഫോൾഡ് ചെയ്യാൻ ഓപ്ഷൻസ് വരുന്നില്ല. ഡോർ ഹാൻഡിൽസ് നമുക്ക് ബ്ലാക്ക് ഫിനിഷിലാണ് വേണ്ടത്. സ്പീക്കർ ബില്ല് മാത്രമുള്ള സ്പീക്കർ വരുന്നില്ല. ബോട്ടിൽ ഓർഡേഴ്സ് കാണാം. സീറ്റ് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഒരു ബ്ലാക്ക് ഫിനിഷിലായിട്ടുള്ള അത്യാവശ്യം കംഫർട്ടായിട്ടുള്ള സീറ്റ് കൊടുത്തിരുന്നു. ഇത് മാനുവൽ ആയതുകൊണ്ട് ബേസ് വേരിയന്റിൽ മാനുവൽ മാത്രമാണ്. ഡെഡിക്കേറ്റഡായിട്ട് ഡെപ്പഡിൽ കാണാം. നമുക്ക് ഫീൽഡ് ഓപ്പൺ ചെയ്യാൻ താഴെ കൊടുത്തിരുന്നു. വുഡ് ഓപ്പൺ ചെയ്യാനുള്ളത്. ഈ വശത്തേക്ക് പറഞ്ഞാൽ പുഷ് ബട്ടൺ സ്റ്റാർട്ട് ബട്ടൺ കൊടുത്തിരുന്നു. ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാണാം. ഇനി അകത്തുനിന്നുള്ള ഫീച്ചേഴ്സൊന്നും ചെക്ക് ചെയ്യാം. ഇന്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ ഇത് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സിനകത്ത് ഈ വേരിയന്റിൽ വരുന്നുണ്ട്. കാരണം നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾസും ഉൾപ്പെടുത്തിയിട്ടില്ല. നമുക്ക് ഈ വേരിയന്റ് ആയതുകൊണ്ട് മ്യൂസിക് സിസ്റ്റം ഉൾപ്പെടുത്തിയിട്ടില്ല. ഈ പോർഷൻസിലെല്ലാം ഒരു എംപ്റ്റി സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റിയറിംഗ് വീലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ നമുക്ക് റൗണ്ട് സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. നമുക്ക് വേറെ പ്രത്യേകിച്ച് കൺട്രോൾസ് കാര്യങ്ങളും തന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. വളരെ പ്ലെയിൻ ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. 3 സ്പോക്കാണ്. ഫുൾ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കും. നടുക്ക് ടൊയോട്ടയുടെ ലോഗോ സിൽവർ ഫിനിഷിൽ വരുന്നുണ്ട്. സ്റ്റിയറിംഗ് വീലിൽ നമുക്ക് ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക്കിൻ്റെ ഓപ്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബേസ്മെന്റ് തൊട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഇടതുവശത്ത് വൈപ്പർ കൺട്രോൾസും വശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസ് കാണാം. മോട്ടോ ഹെഡ്ലൈറ്റും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. സ്റ്റിയറിംഗ് വീല് സ്റ്റിയറിംഗ് കൺട്രോൾസ് ഇല്ലാലും മ്യൂസിക് സിസ്റ്റം ആക്സസറേറ്റ് ചെയ്തിട്ട് നമുക്ക് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. അത് വേണമെങ്കിൽ നമുക്ക് ഷോറൂമിൽ നിന്ന് ആക്സസറേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഓൾ സ്റ്റിയറിംഗ് തന്നെ നമ്മൾ ടോപ്പ് എൻഡിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരും. ഇൻസ്റ്റോളേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബേസ് വേരിയന്റ് ടോപ്പ് എൻ്റെ ഒരു സെയിം ക്ലസ്റ്ററാണ് വരുന്നത്. പ്രത്യേകിച്ച് യാതൊരു ഡിഫറൻസും കൊണ്ടുപോയിട്ടില്ല. നമുക്ക് അത്യാവശ്യം എല്ലാ ഇൻഫോർമേഷൻസിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ആവറേജ് ഫ്യൂൽ ഡിസ്റ്റൻസ് 20 അങ്ങനെ അത്യാവശ്യമുണ്ട് എല്ലാ ഇൻഫോർമേഷൻസിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ മ്യൂസിക് സിസ്റ്റം വരുന്നില്ല. നമുക്ക് ഷോറൂമിൻ്റെ പുറത്തുനിന്ന് ആൻഡ്രോയിഡ് സിസ്റ്റം എന്ത് വേണമെങ്കിൽ ആക്സസറേറ്റ് ചെയ്യാം. താഴെ നമുക്ക് ഹാസലൈറ്റിൻ്റെ ബട്ടൺ കൊടുത്തിരുന്നു. ഓട്ടോമാറ്റിക് ലാമ്പ് കൺട്രോൾ ബേസ് വേണ്ടി തൊട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ 12 വോൾട്ടിന് ചാർജിങ് പോർട്ട് കൊടുത്തിരുന്നു. USB ആയിട്ടുള്ള ഓപ്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടില്ല. സ്റ്റോറേജ് സ്പേസ് കാണാം. മാനുവൽ ഗിയറിലൊരു കൊടുത്തിരുന്നു. ടോപ്പിൽ ഒരു ബ്ലാക്ക് ഫിനിഷാണ് വേണ്ടത്. 2 കപ്പ് ഹോൾഡേഴ്സ് കാണാം. സെൻറ്റർ ആംറെസ്റ്റ് ബേസ് വേണ്ടി തൊട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ അത്യാവശ്യം ഡീപ്പ് ആയിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് കാണാം. ഇതാണ് ഈ വാഹനത്തിൻ്റെ കീ വരുന്നത്. കീയിൽ പ്രത്യേകിച്ച് യാതൊരു ഡിഫറൻസും കൊണ്ടുവന്നിട്ടില്ല.
അത്യാവശ്യം കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റോടെ സീറ്റുകളാണ്. സീറ്റ് ബെൽറ്റ് അഡ്ജസ്റ്റബിൾ ഓപ്ഷൻസ് ബേസ് ചെയ്തിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽസ്, കോ ഡ്രൈവർ സൈഡ് സംവേഴ്സസ്, മിറർ കാര്യങ്ങളകത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. മാനുവൽ ഡിമ്മിങ്ങുള്ള IRVMs ആണ്. റീഡിംഗ് ലൈറ്റുകൾ ഹാലജൻ ആണ്. ഡ്രൈവർ സൈഡ് സംവേഴ്സസ് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഗ്ലോ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡീസൻറ്റ് ഗ്ലോ ബോക്സ്, വേറെ പ്രത്യേകിച്ച് ഫീച്ചേഴ്സ് ഒന്നും വരുന്നില്ല. ഇതാണ് ഓൾ ഓവർ ഇന്ത്യൻ ലുക്ക്. ഇനി എസ് വേരിയൻറ്റിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്ത് നോക്കാം. എസ് വേരിയൻറ്റിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഫുൾ ബ്ലാക്ക് ഫിനിഷ് തന്നെ എസ് വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുൾ ബ്ലാക്ക് ഫിനിഷ് തന്നെ കൊടുത്തിരുന്നു. സോഫ്റ്റ് ടച്ച് കാണാം. 4 പവർ മിറർ കൺട്രോളും, മിറേഴ്സ് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാണാം. ഡോർ ഹാൻഡിൽസ് ക്രോം ഫിനിഷിലാണ് വേണ്ടത്. സ്പീക്കർ ബില്ലാണ് ബോട്ടിൽ ഓർഡർ കൊടുത്തിരിക്കുന്നു. സീറ്റ് മാനുവലി ഹെഡ് അഡ്ജസ്റ്റുള്ള ഓപ്ഷൻസിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ബ്ലാക്ക് ഫിനിഷിൽ തന്നെയാണ് സീറ്റ് കൊടുത്തിരിക്കുന്നത്. ഇത് മാനുവൽ വേണ്ടാലും ഡെഡിക്കേറ്റഡ് ഡെപ്പേർഡ് കാണാം. ഫീൽഡ് ഓപ്പൺ ചെയ്യാൻ താഴെ കൊടുത്തെങ്കിൽ ഫുഡ് ഓപ്പൺ ചെയ്യാനുള്ളത്. ബസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ പുഷ് ബട്ടൺ സ്റ്റാർട്ട്, ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റുള്ള ഓപ്ഷൻസ് കാണാനായിട്ട് പറ്റും. ഇനി അകത്തുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യാം. എസ് വേരിയൻറ്റിൻ്റെ ഇൻറ്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സിനകത്ത് എസ് വേരിയൻറ്റിൽ ഹൈലൈറ്റർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് ഇൻറ്റീരിയർ ആംഗിൾ വരുന്നത്. നമുക്ക് സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മൾട്ടി ഫംഗ്ഷൻ ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് വരുന്നത് എസ് വേരിയൻറ്റിൽ. ലെതർ അബ്ഡനാൽ നോർമൽ സ്റ്റിയറിംഗ് താഴ്ച ഫിനിഷ് ആംഗിളൊക്കെ വരുന്നുണ്ട്. ഇടവശത്ത് നമുക്ക് ബേസിക് ആൻഡ് ഫോം കൺട്രോൾസും വശത്ത് ക്രൂസ് കൺട്രോളും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് എസ് വേരിയൻറ്റ് ക്രൂസ് കൺട്രോൾ അവൈലബിൾ ആണ്. സ്റ്റിയറിംഗ് വീല് എസ് വേരിയൻറ്റിൻ്റെ ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക്കിൻ്റെ ഓപ്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇടവശത്ത് വൈപ്പർ കൺട്രോൾസും വശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസ് കാണാം. ഓട്ടോ ഹെഡ്ലൈറ്റ് മോട്ടോ വൈപ്പേഴ്സ് ഒന്നും തന്നെ അത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി നമ്മുടെ ക്ലസ്റ്റർ യൂണിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബേസ് ആയിട്ട് ടോപ്പിൻ്റെ ഒരു സെയിം ക്ലസ്റ്ററാണ് വരുന്നത്. സ്പീഡോമീറ്ററും മാപ്പിമീറ്ററും എല്ലാം അനലോഗായിട്ട് കൊടുത്തിരിക്കുന്നു. അടുക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ ആൻഡ് അത്യാവശ്യൻ്റെ എല്ലാ ഇൻഫർമേഷൻസ് വരുന്നുണ്ട്. നമുക്ക് TPMS, ആവറേജ് ഫ്യൂൽ ഡിസ്റ്റൻസ് ടു MT, പിന്നെ ഡ്രൈവ് ടൈം, അങ്ങനെ അത്യാവശ്യൻ്റെ എല്ലാ ഇൻഫർമേഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ ടോട്ടൽ എല്ലാ വാഹനങ്ങളും കാണാം. സ്മാർട്ട് പ്ലേ പ്രോ ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനാണ് 7 ഇഞ്ചിൻ്റെ. ആൻഡ്രോയിഡ് ആപ്പിൾ കാപ്പിലുള്ള വാൾസായിട്ട് ഫംഗ്ഷൻ ചെയ്യും. അത്യാവശ്യമുള്ള എല്ലാ ഫീച്ചേഴ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് TPMS അഡീഷണലി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡീസൻറ്റ് ക്ലാരിറ്റിയുള്ള റിവേഴ്സ് ക്യാമറ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു അഡാപ്റ്റീവ് ഗൈഡൻസോടെ ക്യാമറയാണ്. പാർക്കിംഗ് സെൻസേഴ്സ് നമുക്ക് ഇതിൽ തന്നെ ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാം. അടുത്ത ആളെ AC വെൻസ് കൊടുത്തിരിക്കുന്നു. അടുക്ക ഹസാർഡിൻ്റെ ബട്ടൺ കാണാം. ഓട്ടോമാറ്റിക് ക്ലൗഡ് കൺട്രോളിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ കൊണ്ടുവന്നാൽ 12 ബട്ടണിൽ ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കും. USB ആയിട്ടുള്ള ഓപ്ഷൻ കാണാം. സ്റ്റോറേജ് സ്പേസ് ആണ് മാനുവൽ ഗിയറോട് കൊടുത്തിരിക്കും. ടോപ്പിലൊരു ബ്ലാക്ക് ഫിനിഷാണ്. 2 കപ്പ് ഹോൾഡേഴ്സ് കാണാം. സെൻറ്റർ ആംറെസ്റ്റിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ അത്യാവശ്യം ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് കാണാം. നല്ല കംഫർട്ടായിരിക്കാൻ പറ്റുന്ന അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റോടെ സീറ്റുകളാണ്. സീറ്റ് ബെൽറ്റ് അഡ്ജസ്റ്റബിൾ ഓപ്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽസ്, കോ ഡ്രൈവർ സൈഡ് സംവേഴ്സസ് വിത്ത് മിറർ ആണ് വരുന്നത്. ലൈറ്റ് കാര്യങ്ങൾ തന്നെ വരുന്നില്ല. മാനുവൽ ഡിമ്മിങ്ങുള്ള IRVMs, റീഡിംഗ് ലൈറ്റിൽ ഹാലജൻ ആണ്. ഡ്രൈവർ സൈഡ് സംവേഴ്സസ് വിത്ത് മിറർ ആണ് കൊടുത്തിരിക്കുന്നത്. ഗ്ലോ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡീസൻറ്റ് സൈഡ് ഗ്ലോ ബോക്സ്, വേറെ കൂൾ ഫീച്ചർ ലൈറ്റ് കാര്യങ്ങളൊന്നും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതാണ് ഓൾ ഓവർ ഇന്റീരിയർ ലുക്ക്. ഇനി ബാക്കി എത്രക്കാരെ കംഫർട്ട് കാര്യങ്ങളും ചെക്ക് ചെയ്യും. ഈ വേരിയൻറ്റിൻ്റെ ബാക്ക് സ്പേസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വാടാ തുറക്കാൻ പറ്റുന്ന ഡോറുകളാണ്. കയറി ഇറങ്ങാനൊക്കെ വളരെ എളുപ്പമാണ്. ഡോർ പാഡ്സ് ഫുൾ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തേക്കും. ഇവിടെ എല്ലാം സോഫ്റ്റ് ടച്ച് കാണാം. പവർ വിൻഡോസിൻ്റെ കൺട്രോൾ കൊടുത്തേക്കും. ഡോർ ഹാൻഡിൽസ് ബ്ലാക്ക് ഫിനിഷാണ്. സ്പീക്കർ ബില്ലാണ്. സ്പീക്കർ ബില്ല് മാത്രമുള്ള സ്പീക്കേഴ്സ് വരുന്നില്ല. ബോട്ടിൽ ഓർഡേഴ്സ് കാണാം. ബാക്കിലേക്ക് AC വെൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചാർജിങ് പോർട്ട് കാര്യങ്ങളും തന്നെ വരുന്നില്ല. 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ്രസ്റ്റ് കൊടുത്തേക്കും. സെൻറ്റർ ആംറെസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് 2 കപ്പ് ഹോൾഡേഴ്സ് കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും. ഐസോഫിക് സ്റ്റൈൽ സീറ്റിൻ്റെ ഓപ്ഷൻ കാണാം. അകത്തേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്രണ്ട് സീറ്റിൻ്റെ ഹെഡിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം കാണാം. ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ ലിവർ നിന്നാൽ പോലും ഏകദേശം ഒരു 10 സെൻറ്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് കാണാം. വളരെ വാടായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 സുഖമായിട്ട് കംഫർട്ടായിട്ട് യാത്ര ചെയ്യാനായിട്ട് പറ്റും. സൈഡ് മൗണ്ടഡ് റീഡിംഗ് ലൈറ്റ് കാണാം. അത് ഹാലജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇനി എസ് വേരിയൻറ്റിൻ്റെ ബാക്ക് സ്പേസ് ഒന്ന് ചെക്ക് ചെയ്യാം. എസ് വേരിയൻറ്റിൻ്റെ ബാക്ക് സ്പേസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വട തുറക്കാൻ പറ്റുന്ന ഡോറുകളാണ് വരുന്നത്. കയറി ഇറങ്ങാനൊക്കെ വളരെ എളുപ്പമാണ്. ഡോർ പാർട്സ് ഫുൾ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തേക്കും. ഇവിടെ എല്ലാം സോഫ്റ്റ് ടച്ച് കാണാം. പവർ വിൻഡോസിൻ്റെ കൺട്രോൾ കൊടുത്തേക്കും. ഡോർ ഹാൻഡിൽസ് ക്രോം ഫിനിഷ് കാണാം. സ്പീക്കർ ബില്ല് ബോട്ടിൽ ഓർഡേഴ്സ് കാണാം. ബാക്കിലേക്ക് AC വെൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. Type C ചാർജിങ് പോർട്സ് കാണാം. 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ്രസ്റ്റ്, 3 പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റ്, സെൻറ്റർ ആംറെസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്ത് കപ്പ് ഹോൾഡേഴ്സ് കാണാം. ഐസോഫിക് സ്റ്റൈൽ സീറ്റിൻ്റെ ഓപ്ഷൻസ് കാണാനായിട്ട് പറ്റും. അകത്തേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം കാണാം. ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ ലിവറിന് എന്നാൽ പോലും ഏകദേശം ഒരു 15 സെൻറ്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് കാണാം. വളരെ ഇമ്പോർട്ടൻ്റ് ബാക്ക് സ്പേസ് ആണ്. 3 സുഖമായിട്ട് കംഫർട്ടായിട്ട് യാത്ര ചെയ്യാൻ പറ്റും.
ബാക്കിലേക്ക് റീഡിംഗ് ലൈറ്റ് കാണുന്നതാണ് ഉൾപ്പെടുത്തിയിട്ടില്ല. സൈഡ് മൗണ്ടഡ് റീഡിംഗ് ലൈറ്റ് കാണാം, അത് LED ആയിട്ടാണ് വരുന്നത്. സ്പ്രിൻ്റ് ആയിട്ട് ഗ്രാബ് ഹാലജനായിട്ടാണ്. സ്പ്രിൻ്റ് ഗ്രാബ് ഹാൻഡിൽസ് രണ്ട് വശത്തും ഉൾപ്പെടുത്തിയതിനകത്ത് ഹുക്ക് ആംഗിൾ കാണാം. ഹൈറൈഡറിന്റെ എസ് വേഴ്സസ് ഈ വേരിയന്റിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഇപ്പോൾ ബേസ് എടുത്തിട്ട് നമുക്ക് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആണ്. ABS CBD ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ്, CBT അഡ്ജസ്റ്റബിൾ ഓപ്ഷൻസ്, അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി എസ് വേരിയന്റിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ബേസ് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആണ്. ABS CBD ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ്, TPMS പോലെയുള്ള ഫീച്ചേഴ്സ് എക്സ് വേരിയന്റിൽ കാണാം. ഇനി എഞ്ചിൻ ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ ടോട്ടൽ ടാലൻ ടെസ്റ്റ് ആയിട്ടുള്ള 1.5 ലിറ്റർ 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. നിയോ ഡ്രൈവർ 100 HP ആണ് പവർ, 136 Nm ടോർക്ക് ഉൽപ്പാദിക്കുന്ന ഒരു എഞ്ചിനാണ്. വിത്ത് 5 സ്പീഡ് മാനുവൽ, വിത്ത് 6 സ്പീഡ് ടോക്കോമീറ്റർ ഓട്ടോമാറ്റിക്, വിത്ത് ഹൈബ്രിഡ് വാഹനങ്ങൾ 6 സ്പീഡ് ഹൈബ്രിഡ് CVT ഓട്ടോമാറ്റിക്. ഇനി നമ്മുടെ ഓൺ റോഡ് കമ്പാരിസണിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മൈലേജ് നോക്കുകയാണെങ്കിൽ കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് 24.18 km ആണ് മൈലേജ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഫോർ മോർ ഇൻഫർമേഷൻസിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അടുത്ത അപ്ഡേറ്റ് കാണുന്നവരെ ബൈ ബൈ.